നമ്മളിവിടെ ബാക്ക് സ്പേസ് സ്ട്രിങ് കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓർഡർ ഓഫ് വണ്ണിൽ സ്പേസ് കോംപ്ലക്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. ഞാനൊരു മാർക്ക് ചെയ്ത് വെക്കാം, ലൈന് പോലെ ഇരിക്കട്ടെ. നമ്മൾ ഇതുവരെ കഴിഞ്ഞു. നമ്മുടെ 4 പ്രോബ്ലംസ് നമ്മൾ തീർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് സ്പേസ് സ്ട്രിങ് കമ്പയർ ആണ് നോക്കി വെക്കാം. ലോഗിൻ ചെയ്തിട്ടില്ല എന്നാണല്ലോ കാണിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സൈൻ ഇൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അത് കുറച്ച് ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ട്, കാരണം ഇത് കാണില്ലേ എന്നൊരു സംശയം. അപ്പം ഞാനിത് വലുതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് സ്പേസ് സ്ട്രിങ് കമ്പയർ അല്ലേ, നമുക്ക് നോക്കി നോക്കാം ഒന്ന്. ഫസ്റ്റ് backspace string compare. Given two strings s and t, return true if they are equal when both are typed into empty text editors. Hash means a backspace character. Note that after backspacing an empty text, the text will continue empty. ab hash c t equal to ad hash c. True. Both s and t becomes ac. ഓക്കെ, ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുന്നത്തെ വാല്യൂ കൂടിയിട്ട് എടുത്ത് ഒഴിവാക്കുന്നതാണ്, തൊട്ട് മുന്നത്തെ വാല്യൂ മാത്രം. അപ്പൊ ഇത് ഹാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബിയും ഹാഷ് ആയി പോയി, എയും ഹാഷ് ആയി പോയി, ഇവിടെ സിയും ഹാഷ് ആയി പോയി, ഇവിടെ ഡിയും ഹാഷ് ആയി പോയി. അപ്പൊ എസ് ആൻഡ് ടി ബിക്കംസ് ഇത്. ഓക്കെ, ഇപ്പൊ ഫോൾസ് എന്ന് പറയുമ്പോൾ എ ഹാഷ് സി എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് സി ആയി മാറും. ബി ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൾസ് നോക്കുന്നു. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ ഹാഷിന്റെ പൊസിഷൻസ് കാണണം. എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ആ ഹാഷിന്റെ പൊസിഷൻ വെച്ചിട്ട് ഹാഷ് ഏത് പൊസിഷനിലാണ് വരുന്നത്, അപ്പൊ അതിന്റെ പ്രീവിയസ് പൊസിഷനിലുള്ള വാല്യൂവിനെ നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു സ്റ്റാക്ക് കൺസെപ്റ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓരോ ഹാഷ് എപ്പോഴാണ് വരുന്നത്, അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ വന്ന വാല്യൂ നമുക്ക് എടുത്തിട്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക അധികം. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഞാനിത് സ്വയം ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഞാനത് നന്നായി പറഞ്ഞുതരാം. ഓക്കെ, രണ്ട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് റെഡ്യൂസ് ചെയ്യാം. ഇതില് അവര് പറഞ്ഞതെന്താ വെച്ചാൽ ഒരു വാല്യൂ എസ് എന്ന് പറഞ്ഞൊരു വാല്യൂ എന്താണ് എ ഹാഷ് ബി ഹാഷ് എന്ന് പറഞ്ഞു, ടി എന്ന് പറഞ്ഞൊരു വാല്യൂ, അത് സ്ട്രിങ് ആണ്. ഇത് എന്താണ് എ ബി ഹാഷ് ഹാഷ് എന്ന് വന്നു വിചാരിക്കുക. അപ്പോൾ ഈ ഹാഷ് എന്ന് പറയുന്നത് ബാക്ക് സ്പേസ് ആണ്. നമ്മൾ കീബോർഡിൽ ബാക്ക് സ്പേസ് അടിക്കുന്നതിന് തുല്യമാണ്. ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ എന്താവും, ഈ വാല്യൂ പോവും. ഇവിടെ ഇതേപോലെ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ തന്നെ ഈ വാല്യൂ പോവും അല്ലേ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ആദ്യം ഈ വാല്യൂ പോവും, പിന്നെ ഈ വാല്യൂ പോവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് രണ്ടും എന്തായി മാറും. അപ്പോൾ നമുക്ക് എന്താണ് വാല്യൂ കിട്ടുക, നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഈ രണ്ടിലും ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും അവസാനത്തെ ഉത്തരം റിസൾട്ട് ഇങ്ങനെയാവും, ഇത് ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ട്രൂ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ നമുക്ക് പുറത്തേക്ക് ഇറങ്ങും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ എസിന് നമുക്ക് ഇതിന് പലതും ആവാം. അപ്പോൾ എന്താണ് എ ബി ഹാഷ് എന്നാണ് വിചാരിക്കാം, പക്ഷെ ടി എന്ന് പറയുന്നത് ഡി ഹാഷ് എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്തായി മാറി, ഇത് നമുക്ക് എൻഡ് റിസൾട്ട് വെറും ഒരു സിംഗിൾ സ്ട്രിങ് ആണെങ്കിൽ ഇത് എൻഡ് റിസൾട്ട് എ ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ് നോട്ട് ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്കൊരു ഫോൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ ഈ മെയിൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിൽ ഈ ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ആദ്യത്തെ തരം എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാക്ക് ഉപയോഗിച്ചാൽ മതി. ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു രണ്ട് സ്റ്റാക്ക് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ സ്റ്റാക്ക് എസും ഉപയോഗിക്കേണ്ടി വരും, നമുക്കൊരു സ്റ്റാക്ക് ടിയും ഉപയോഗിക്കേണ്ടി വരും. എന്തിനാണ് രണ്ട് സ്റ്റാക്ക് ഉപയോഗിക്കുന്നത്, രണ്ട് സ്റ്റാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ
നമുക്ക് ഈ രണ്ട് സ്റ്റാക്കും ഓരോ വാല്യൂസ് ആയിട്ട് നോക്കണം. അപ്പോൾ ഈ വാല്യൂസ് വരുന്ന സമയത്ത് ഈ ഹാഷ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിൽ പോകണം. ഹാഷ് ഉണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യില്ല, ഹാഷ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ വാല്യൂ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയായിട്ട് പോകണം. അപ്പോൾ അല്ല സോറി, ഹാഷ് ഉണ്ടെന്ന് വിചാരിക്കാം. ഹാഷ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ കോപ്പിയും, ഹാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് ഇടും, നമ്മുടെ എസിൻ്റെ മുകളിൽ ഫോർ ലൂപ്പ് ഇടും അല്ലേ, എസിൻ്റെ മുകളിൽ ഫോർ ലൂപ്പ് ഇടും. ആ ഫോർ ലൂപ്പിനോട് നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് ആണ് വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വരുന്ന വാല്യൂ ആണെന്ന് നമ്മുടെ ഹാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രീവിയസ് വാല്യൂ, ഇപ്പോൾ സ്റ്റാക്കിനുള്ളത്തെ പ്രീവിയസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോപ്പ് ചെയ്യേണ്ടി വരും. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിൽ നിന്ന് വാല്യൂ കളയാവുന്നതാണ്. ഈ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇതേ ക്വസ്റ്റ്യൻ എടുക്കാം. എ ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് ഹാഷ് വന്നു വിചാരിക്കും. ഹാഷ് വരുന്ന സമയത്ത് നമ്മൾ ഹാഷിന് ഇതിനുള്ളിലേക്ക് ഇടാതെ നമ്മൾ എന്ത് വെച്ചാൽ ഹാഷ് ആണോ വന്നത് നോക്കും. ഹാഷ് ആണോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ എനെ പോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റാക്കിനുള്ളിൽ തന്നെ ഒന്നുമില്ലാണ്ടായി മാറും. മനസ്സിലായില്ല? അങ്ങനെ. അപ്പോൾ നമ്മൾ ഹാഷ് വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ ഹാഷ് വന്നില്ല എന്ന് വിചാരിക്കാം, ഹാഷ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റാക്കിനുള്ളിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൻഡ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ ചെയ്യണം. അപ്പൻഡും ബാക്ക് കൂടെ തന്നെ ചെയ്യാം, പോപ്പും ബാക്ക് കൂടെ തന്നെ ചെയ്യാം. ഓക്കെ, സ്റ്റാക്കിനുള്ളിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്തിട്ട് വാല്യൂ ഇടണം. ഓക്കെ, ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റാക്ക് ഓഫ് എസും സ്റ്റാക്ക് ഓഫ് ടിയും ഈക്വൽ ആണെന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓർഡർ ഓഫ് എം പ്ലസ് എൻ ആയി മാറാനുള്ള കഴിവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഈ സ്റ്റാക്ക് നമ്മൾ ഇങ്ങനെ ഫിൽ ചെയ്ത് വരുമ്പോൾ ഇതിൽ ചിലപ്പോൾ എസിന്റെ എം വാല്യൂസും ഇതിൽ ടിന്റെ എൻ വാല്യൂസും ചിലപ്പോൾ ഇതിനുള്ളിൽ ഫില്ല് ആവും. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എം പ്ലസ് എൻ ആവും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അവരൊരു ഫോളോ അപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫോളോ അപ്പ്? നമുക്ക് ഓർഡർ ഓഫ് 1 എന്ന സ്പേസ് കോംപ്ലക്സിറ്റി വെച്ചിട്ട് ചെയ്യാൻ കഴിവുണ്ടോ എന്നാണ് ചോദിച്ചത്. നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോളോ അപ്പും കൂടി നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇത് ഫോളോ അപ്പ് വരുമ്പോൾ ശരിക്കും ഇതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യനായി മാറും. കുറച്ചുകൂടി ടഫറാണ്, ഈസി അല്ല. ഇത് ഈസിയാണ്, ഇത് നമുക്ക് ഈസി ആയിട്ട് ഡെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ എത്തിക്കാൻ പറ്റും. പക്ഷെ മീഡിയം ലെവൽ ക്വസ്റ്റ്യനായി മാറും നമ്മൾ ഈ ഓർഡർ ഓഫ് 1 ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഓർഡർ ഓഫ് 1 എങ്ങനെയായിട്ടും ഇതിലെങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഡർ ഓഫ് 1 നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ അറിവുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ഇതേ സെയിം സ്ട്രിങ്ങിന്റെ മുകളിലാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു 1 or 2 or 3 ഇൻഡിജർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് 1 ആവും അധികം വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡിജർ വാല്യൂസ് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളി ഇൻഡെക്സിങ് മാത്രം, നമ്മൾ ഇൻഡെക്സിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് ഇത് നമ്മൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ എഴുതേണ്ടി വരും. ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ എഴുതും നമ്മൾ. ആ ഹെൽപ്പർ ഫംഗ്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തരുന്ന ഇൻഡെക്സുകളും നമ്മളിപ്പോൾ ഒരു നമ്മൾ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിൽ ഈ ഹെൽപ്പർ ഫംഗ്ഷനിൽ നമ്മൾ എപ്പോഴും ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാം, ബാക്കിൽ നിന്ന് എന്തിനാണ് തുടങ്ങുന്നത് ഞാൻ പറയാം. ഇതിൽ നമ്മളൊരു കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യും. ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്ക് സ്പേസ് വരുമ്പോൾ വാലിഡ് ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. ഏത് ഇൻഡെക്സിലാണോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ളത് അവിടുത്തെ ഇൻഡെക്സിന്റെ വാല്യൂ മാത്രമേ പുറത്തേക്ക് തരാൻ പാടുള്ളൂ. അതെങ്ങനെ ചെയ്യാം? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇത് വേണ്ട, നമുക്ക് കുറച്ചൊരു വലിയൊരു എക്സാമ്പിൾ എടുക്കാം. ABC ഹാഷ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു A#B#C# എടുക്കുകയാണ്. അതാണ് നമ്മുടെ വാല്യൂ വിചാരിക്കുക. അപ്പോൾ ഈ A#C#B#C# നമുക്ക് ആകെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് വാലിഡ് ആയിട്ടുള്ള ഇത് വാലിഡ് ആയിട്ട് ഇൻഡെക്സ് ആണോ? അല്ല, കാരണം ഹാഷും വന്നു സിയും വന്നു. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വാല്യൂസും പോകേണ്ടതാണ്. ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആകെ വരുന്നത് ബിന്റെ ആണ്. കാരണം എയും ഹാഷും കട്ടായി പോകും. അല്ല, ഇത് രണ്ടും കട്ടായി പോയ പോലെ എയും ഹാഷും കട്ടായി പോകും. ബി മാത്രമേ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഉള്ളൂ. നമുക്ക് ഇങ്ങനെ അതിൽ എത്താൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ ബാക്ക് സ്പേസിന്റെ കൗണ്ടിന് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് വെച്ചാൽ ഈക്വൽ ടു ഹാഷ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. നമ്മുടെ ഫസ്റ്റ് റണ്ണിൽ ഈക്വൽ ടു ഹാഷ് ബാക്ക് നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ലെങ്ത് -1 പറഞ്ഞിട്ട് നമ്മുടെ ഫോർ ലൂപ്പ് പോവുക. അപ്പോൾ ഈക്വൽ ടു ഹാഷ് വന്നു. അപ്പോൾ നമ്മുടെ ഈ വാല്യൂ വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ നമ്മൾ എന്ത് വെച്ചാൽ +1 ആക്കും. ബാക്ക് സ്പേസിന്റെ കൗണ്ട് നമ്മൾ കൂട്ടും. അടുത്ത ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്ന് വെച്ചാൽ ഈ ബാക്ക് സ്പേസിന്റെ കൗണ്ട് +1 ആണോ, ഇത് എത്ര വരെ നമുക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് ബാക്ക് സ്പേസിന് ഒരു വാല്യൂ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ മുന്നത്തെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ലല്ലോ.
അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ ഇത് +1 ആണോ, +1 പകരം നമ്മൾ >0 ആണോ നോക്കും. >0 ആണോ ബാക്ക് സ്പേസിന്റെ കൗണ്ട് നോക്കും. ഇത് വരുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വരിക +1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ ബാക്ക് സ്പേസിന്റെ കൗണ്ട് >0 ആണോ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ നമ്മൾ ബാക്ക് സ്പേസിന്റെ കൗണ്ട് നമ്മൾ -1 ആക്കും. കാരണം 1 കുറയ്ക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ 3 ഹാഷ് ഫ്രണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 വാല്യൂസ് മുന്നിലേക്ക് പോകണം അല്ലെ. ഇവിടെ ആകെ ഒരു ഹാഷ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 2 വാല്യൂസ് പോകും, പിന്നെ ഈ വാല്യൂ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഇത് രണ്ടും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എൽസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കറക്റ്റ് ബി എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് നമുക്ക് പുറത്തേക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, റിട്ടേൺ ദ ഇൻഡെക്സ്. അപ്പൊ നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഇൻഡെക്സ്. ഈ ഒരു പിന്നിന്ന് പോകുമ്പോൾ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ബി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ വരെ ഇപ്പൊ പോകാൻ പറ്റിയിരുന്നു. ഓക്കെ അല്ലേ, നമുക്ക് ഈ ഒരു ഈ ഒരു ഇൻഡെക്സ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇത് നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാറും. നമ്മൾ ഇങ്ങനെ കണക്കാക്കാം. അപ്പൊ ഇതുവരെ ഇനി ഈ ഒരു വാല്യൂസ് നമുക്ക് ഇനിയും കടന്നു പോകാണ്ട്, കുറെ ഇനി മുന്നിലേക്ക് വരാണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ വാലിഡ് ഇൻഡെക്സ് കിട്ടി, ഫസ്റ്റ് ഇൻഡെക്സ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാല്യൂ മാത്രം കണക്കാക്കിയത്. ഇതിപ്പോൾ ഇത് എസ് ആണ് കണക്കാക്കിയത് വിചാരിക്കുക. ഇനി ടിനും ഇതേപോലെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ വെച്ചാൽ രണ്ടിനും നമ്മൾ എന്ത് വെച്ചാൽ എസിന്റെ ഇൻഡെക്സ് നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇതേപോലെ ടിന്റെ വാലിഡ് ഇൻഡെക്സും ഫസ്റ്റ് വാലിഡ് ഇൻഡെക്സ്, അതായത് ബാക്കിൽ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് വാലിഡ് ഇൻഡെക്സ് രണ്ടിന്റെയും പുറത്തേക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും എന്താണ് ഈ നമ്മുടെ എസിന്റെ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നതും എന്താ ടിന്റെ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ, നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. മനസ്സിലായില്ലേ. അപ്പോൾ ഈ എസിന്റെ ഈ ഇൻഡെക്സിൽ ബി വന്നില്ലേ, അപ്പോൾ ടിന്റെ ആ മറ്റേ ഫസ്റ്റ് വാലിഡ് ഇൻഡെക്സിൽ ബി തന്നെയാണ് വരേണ്ടത്. അങ്ങനെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ രണ്ടാളും ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പൊ നമുക്ക് അതും ഫോൾസ് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താണ് ഇൻഡെക്സ്, ഈ രണ്ടിന്റെ ഇൻഡെക്സ്, ഇപ്പോൾ ടിന്റെ ഇൻഡെക്സും എസിന്റെ ഇൻഡെക്സും എന്താണ് >0 ആണോ നോക്കും. എന്നിട്ട് രണ്ടും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതും ഫോൾസ് ആക്കി മാറ്റും. അപ്പോൾ എസിന്റെ ഇൻഡെക്സ് >0 നോട്ട് ഈക്വൽ ടു ടിന്റെ ഇൻഡെക്സ് >0. ഇതല്ല എസിന്റെ ഇൻഡെക്സും ടിന്റെ ഇൻഡെക്സും >അല്ലെങ്കിൽ അതും ഫോൾസ്, അതും നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അതും ഫോൾസ് ആക്കിയതും. ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഓരോ പൊസിഷനിലും ആ സെയിം പൊസിഷൻസിൽ ഇങ്ങനെ നീങ്ങി പോണ സമയത്ത് നമുക്ക് എപ്പോഴും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് വന്നിട്ട് ആ പൊസിഷനിലൊക്കെ കറക്റ്റ് വാല്യൂസ് വന്നു. അപ്പൊ നമുക്ക് അവസാനം കിട്ടുന്ന വാല്യൂ, അപ്പൊ നമുക്ക് എന്ത് വെച്ചാൽ ആ എസിന്റെ വാല്യൂ ടിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കും പുറത്ത്. മനസ്സിലായോ. ഇത് ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ എഴുതുക. ഇതാണ് നമ്മുടെ ഹെൽപ്പർ ഫംഗ്ഷൻ. ഇതിനുള്ളിലാണ് ഹെൽപ്പർ ഫംഗ്ഷൻ വരിക. ഇത് പുറത്ത് നമ്മളൊരു വേറൊരു ഫംഗ്ഷനിൽ എഴുതിയിട്ടാണ് അവിടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരിക. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂന്റെ ഉള്ളിൽ നമ്മൾ n ഇട്ടോ ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് ഓർഡർ ഓഫ് n ഒരു ആവശ്യം വരില്ല. ഇവിടെ നമ്മൾ ആകെ ഒരു ഫോർ ലൂപ്പ് മാത്രമേ റൺ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എന്താണ് ഈ സിമ്പിൾ ആയിട്ടുള്ളൊരു +1 -1 ഉള്ള വാല്യൂസ് ബാക്ക് സ്പേസ് എന്നൊരു 0 വരെ എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മാത്രം നമ്മുടെ സ്പേസും കളയേണ്ട ആവശ്യം വരില്ല. വേറെ ഒന്നും നമ്മൾ സ്പേസ് കളയേണ്ട ആവശ്യം വരില്ല. അപ്പൊ എന്താണ് ഓർഡർ ഓഫ് 1 എന്നുള്ള സ്പേസ് കോംപ്ലക്സിറ്റി ഇത് അക്വയർ ചെയ്യും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ കോഡിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ബാക്കിയുള്ളതും കൂടി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് നോക്കാം. ഇപ്പോ നമ്മള് വൈറ്റ് ബോർഡിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് ഇവിടുന്ന് ഈ കോഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോഡ് എങ്ങനെയാണ് എഴുതിയത് നോക്കാം. ഓർഡർ ഓഫ് n സ്പേസ് കോംപ്ലക്സിറ്റി വെച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ കാണാണ്ടല്ലോ. പക്ഷെ നമ്മൾ അതല്ല ഇപ്പൊ ചെയ്യുന്നത്. ഓർഡർ ഓഫ് n സ്പേസ് കോംപ്ലക്സിറ്റി വെച്ചിട്ടാണ്. ഓർഡർ ഓഫ് 1 നമുക്ക് ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് എഴുതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഓക്കെ, ഓർഡർ ഓഫ് n സ്പേസ് കോംപ്ലക്സിറ്റിയിലാണ് നമുക്ക് ഈ വാല്യൂസ് വരുന്നത്. എന്തുകൊണ്ടാണ് n സ്പേസ് കോംപ്ലക്സിറ്റി? നമ്മുടെ ഈ സ്റ്റാക്ക് ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇനി എങ്ങനെ നമുക്ക് ഈ ഹാഷ് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ഇല്ല എന്ന് വിചാരിക്കുക, കംപ്ലീറ്റ്ലി ഇല്ല എന്നാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും വെച്ചാൽ നമുക്ക് ഫുൾ വാല്യൂസ് നമ്മൾ ഇടേണ്ടി വരും. എസും ടിയും ഫുള്ളി നമ്മൾ ഇടേണ്ടി വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓർഡർ ഓഫ് m + n ആവും നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർ ലൂപ്പുകൾ ഇല്ലായ്മയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്താണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി ആണ് അവർ നമ്മുടെ പിന്നെ കൺസിഡർ ചെയ്യാൻ വന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ കോഡ് വെച്ചിട്ട് നോക്കാം. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഈ എസ്സിലൂടെ നമ്മൾ നീങ്ങി പോണു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഓരോ വാല്യൂസും വരുന്ന സമയത്ത് അതൊരു ഹാഷ് അല്ലെങ്കിൽ ഒരു ബാക്ക് സ്പേസ് ആണോ നോക്കണു. ബാക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പുറമെ നമ്മുടെ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ ഓൾറെഡി വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഒന്നും ചെയ്യില്ല. ഇപ്പൊ നമുക്ക് എന്താണ് സ്റ്റാക്കിൽ ഒരു വാല്യൂ ഇല്ല വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. നമ്മൾ കാരണം അത് ഫസ്റ്റ് വാല്യൂ വിചാരിക്കുക. ഇപ്പോൾ ബാക്ക് സ്പേസ് ഫസ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ മുന്നിൽ ഒരു വാല്യൂ ഇല്ലല്ലോ. നമ്മൾ വെറുതെ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ആകെ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഈ ബാക്ക് സ്പേസ് അല്ല എന്നുള്ള ഒരു വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാക്കിലോട്ട് അപ്പൻഡ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് സെയിം സാധനമാണ് നമ്മൾ ടീയിലോട്ടും ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ രണ്ടും ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഇനി വരുന്ന വാല്യൂ ഇപ്പോൾ നമ്മൾ എന്താണ് രണ്ടിൽ നമുക്ക് രണ്ടും അറേസ് അല്ലേ. അപ്പോൾ രണ്ട് അറേസിൽ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് വന്ന് വീഴും. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് നമ്മൾ റിട്ടേൺ ചെയ്യാം. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബൂളിയൻ ഫംഗ്ഷൻ മാറും. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ട്രൂ കിട്ടും. ഇത് രണ്ടും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസും കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് അല്ലെ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻക്ക് വരാം. ഒരു ഫോളോ അപ്പ് കൊടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഓർഡർ ഓഫ് 1 വെച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്താണ് ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹെൽപ്പർ ഫംഗ്ഷനെ നമുക്ക് എന്താണ് വാലിഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ഓക്കെ, ഡിഫൈൻ വാലിഡ് ഇൻഡെക്സ്. ഇതിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് എന്താണ് വരുന്ന വാല്യൂ വേണം, അല്ല വരുന്ന സ്ട്രിങ് വേണം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് വരുന്ന സ്ട്രിങ് എഴുതിക്കാം. ഇത് സെൽഫിന്റെ ആവശ്യമില്ല, ഇതൊരു ഹെൽപ്പർ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് സെൽഫിന്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് വരുന്ന വാല്യൂ വേണം അല്ലെ. അപ്പൊ നമുക്ക് വരുന്ന വാല്യൂ എഴുതി വെക്കാം. അതിന് പുറമെ തന്നെ നമുക്കൊരു ഇൻഡെക്സും വരണം. അപ്പൊ ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റാർട്ട് ഇൻഡെക്സ് ആണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സ്റ്റാർട്ട് ഇൻഡെക്സ് തന്നെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ വാലിഡ് ഇൻഡെക്സ് വരിക. പിന്നെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഹെൽപ്പർ ഫംഗ്ഷനിൽ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കൗണ്ട് എന്നിടാം. ബാക്ക് സ്പേസ് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് നമ്മുടെ ബാക്ക് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. ആദ്യം ബാക്ക് സ്പേസ് ഒന്നും വരുന്നില്ല എന്നിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എന്താണ് ഒരു റണ്ണ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓരോ വാല്യൂസ് ആയിട്ട് വരുന്ന വാല്യൂസ് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് നമുക്ക് എന്താണ് സ്റ്റാർട്ട് ഇൻഡെക്സ് -1 -1 ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ ലാസ്റ്റ് ഇൻഡെക്സ് എന്നാണ് വരണം നോക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സിന് അവിടെ നിന്ന് കൊടുത്താലും മതി. അങ്ങനെ ചെയ്യാം. സ്റ്റാർട്ട് ഇൻഡെക്സ് -1 എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്താണ് സ്റ്റാർട്ട് ഇൻഡെക്സ് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സിന് തൊട്ട് മുന്നത്തെ ഇൻഡെക്സ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് പിന്നിന്നാണ് പോകുന്നത് മാത്രം. പിന്നിന്ന് പോകുമ്പോഴാണ് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് മുന്നത്തെ വാല്യൂസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. മുന്നിന്ന് വരികയാണെങ്കിൽ നമുക്ക് അത് പറ്റില്ല. പറഞ്ഞുതരാം, അപ്പൊ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക വെച്ചാൽ ഇഫ് നമ്മുടെ വരുന്ന വാല്യൂയിലെ ഈ ഐ വരുമ്പോൾ അത് എന്താണ് ഈക്വൽ ടു ബാക്ക് സ്പേസ് ആണോ നോക്കും. ബാക്ക് സ്പേസ് കീ ക്ലിക്ക് ചെയ്തപ്പോഴാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സ്പേസിന്റെ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ +=1 എഴുതി അല്ലെ. ഇനി എൽസ് ഇഫ് നമ്മൾ കൊടുത്തിട്ട് ഇനിയിപ്പോ നമ്മൾ അടുത്തത് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് സ്പേസ് നമ്മൾ ചെക്ക് ചെയ്തു അല്ലെ. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ബാക്ക് സ്പേസിന്റെ മുന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ ബാക്ക് സ്പേസിന്റെ കൗണ്ട് അപ്പോൾ >0 ആണ്. നമ്മൾ അത് ചെക്ക് ചെയ്യുക. ബാക്ക് സ്പേസിന്റെ കൗണ്ട് >0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ 0 ആണെന്നുണ്ടെങ്കിലോ നമ്മൾ എന്താ വെച്ചാൽ ബാക്ക് സ്പേസിന്റെ കൗണ്ട് നമ്മൾ -=1 എഴുതുക. എന്തിനു വേണ്ടി നമ്മൾ ഇത് എഴുതുന്നത്? നമുക്ക് ആ ഇൻഡെക്സ് നമുക്ക് കണക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഇൻഡെക്സിൽ നമ്മൾ എന്താണ് ബാക്ക് സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇൻഡെക്സ് കണക്കാക്കാൻ പാടില്ല. ഇനി അടുത്ത് നമ്മൾ ശരിക്കും കണക്കാക്കേണ്ടത് എവിടെയാണ്? ഇവിടെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ റിട്ടേൺ ഇൻഡെക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഇൻഡെക്സ് ഇനി അല്ലാത്ത ഇൻഡെക്സ് വരുമ്പോൾ മാത്രം തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് കിട്ടും. ബാക്ക് സ്പേസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്ക് സ്പേസ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ വാല്യൂ എവിടെയാണ് വരുന്നത് ആ ഇൻഡെക്സ് നമുക്ക് പുറത്തേക്ക് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഇതാണ് നമ്മുടെ ഹെൽപ്പർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലെങ്ത്തുകൾ എഴുതിണ്ടാക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ എസിന്റെ ലെങ്ത് എഴുതണം. പക്ഷെ അത് നമ്മൾ എസിന്റെ സ്റ്റാർട്ട് ഇൻഡെക്സ് ആണെന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അല്ലേ. അപ്പൊ നമുക്ക് എസിന്റെ ഇൻഡെക്സ് ആണെന്ന് എഴുതാം.
സ്റ്റാർട്ട് ഇൻഡെക്സ് ആവാം അല്ലേ? അപ്പൊ നമുക്ക് എസിന്റെ സ്റ്റാർട്ട് നേടാം. അയ്യോ, എസിന്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ലെങ്ത് ഓഫ് എസ് -1. നമ്മൾ പറഞ്ഞു അതിന്റെ പിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് പിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ലെങ്ത് ഓഫ് എസ് -1 കൊടുക്കുന്നത്. ഇനി ടി എന്ന് വരുമ്പോൾ എന്താണ്, ടിന്റെ സ്റ്റാർട്ട് എന്താണ്, അതും ലെങ്ത് ഓഫ് എസ്. കാരണം നമുക്ക് ലാസ്റ്റത്തെ വാല്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പൊ ലാസ്റ്റത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ബേസ്ഡ് ഇൻഡെക്സിങ് ആയതുകൊണ്ട് ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 4 വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആവും. നമുക്ക് 3 സ്റ്റാർട്ട് ചെയ്യണം. അത് അതിന് വേണ്ടിയാണ് നമ്മൾ പിന്നിൽ തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് വെച്ചാൽ നമുക്കൊരു വെറുതെ ഒരു ഇറ്ററേഷൻ എന്താണ് ഫുൾ ലെങ്ത്തിന്റെ ഉള്ളിൽ കൂടെ കയറിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് ലെങ്ത് ഓഫ് എസ് പ്ലസ് ലെങ്ത് ഓഫ് ടി വരെ നമ്മൾ എന്താണ് 4 ഇട്ട് കൊടുക്കണം. ഇത് ഒരു കാര്യമൊന്നുമില്ല, ഇത് വെറുതെ നമ്മുടെ ഇൻഡെക്സ് ഇങ്ങനെ വെറുതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഫോൾസ് ചെയ്യാം, ട്രൂ ചെയ്യാം. ഓക്കെ, ഇൻഡെക്സ് നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഒഴിവാകും ചെയ്യും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. -1 വരും. എവിടെയാണോ ഇൻഡെക്സ് കറക്റ്റ് ആവാത്ത അവിടുന്ന് പുറത്തേക്ക് റിട്ടേൺ ഫോൾസ് അടിക്കണം. അതിനുള്ള കണ്ടീഷൻസ് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, for in range of length of s plus length of t. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാനുള്ളത് ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ഈ വാല്യൂസ് കിട്ടണം അല്ലെ? ഇതിന്ന് കിട്ടണ ഈ ഇൻഡെക്സ് നമുക്ക് പുറത്ത് കിട്ടണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സ് നമുക്ക് എഴുതിക്കാം എസ് ഓഫ് സ്റ്റാർട്ട് മാറണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് എഴുതിക്കും, വാലിഡ് ഇൻഡെക്സ് ഓഫ് ഇവിടെ നമുക്ക് വാല്യൂം സ്റ്റാർട്ട് ഇൻഡെക്സ് ആണ് കൊടുക്കേണ്ടത് അല്ലെ? വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, എസ് ആണ്. എസും സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന സ്റ്റാർട്ട് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ടിക്ക് എഴുതാം. അപ്പൊ ടി സ്റ്റാർട്ട് ഈക്വൽ ടു വാലിഡ് ഇൻഡെക്സ് ഓഫ് ടി കോമ ടി സ്റ്റാർട്ട് എഴുതാം. ഓക്കെ, ഓക്കെ, അപ്പൊ അത് എന്താണായി? അപ്പൊ എസ് സ്റ്റാർട്ടും വാലിഡ് ഇൻഡെക്സ് ഓഫ് ടി സ്റ്റാർട്ടും ആയി അല്ലെ? ഇപ്പൊ രണ്ടിന്റെയും നമുക്ക് എന്താണ് കറക്റ്റ് ഇൻഡെക്സ് കിട്ടി. ഇനി ആ ഇൻഡെക്സിൽ രണ്ടും കറക്റ്റ് ആണ്, എന്താ ഈക്വൽ ആണോ, രണ്ടിന്റെയും വാല്യൂസ് ഈക്വൽ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ഇഫ് എസ് സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. കാരണം നെഗറ്റീവ് -1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് കട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ പുറത്തേക്ക് റിട്ടേൺ അടിച്ച് ഫോൾസ് അടിച്ച് പോകണം പുറത്തേക്ക്. അതിന് വേണ്ടി ഓക്കെ, നമ്മൾ എന്ത് വെച്ചാൽ ടി ഓഫ് സ്റ്റാർട്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് നോക്കണു. ആൻഡ് ഇനിയാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് എന്താണ്, എസ് ഓഫ് എസ് സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നമ്മൾ ഫുള്ളി ഇങ്ങനെ നീങ്ങി പോകണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോൾസ് അടിക്കണം പുറത്തേക്ക്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം, റിട്ടേൺ ഫോൾസ് എന്നിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞത് എന്താണ്, ഇഫ് എസ് ഓഫ് എസ് സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോട്ട് ഈക്വൽ ടു ടി ഓഫ് സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് നമുക്ക് റിട്ടേൺ ഫോൾസ് അടിക്കണം. ഇത് രണ്ടും നമുക്കൊരു ബ്രാക്കറ്റിനുള്ളിൽ ഇടാം. ഇത് ചോദിക്കുന്നത് വെച്ചാൽ എസിന്റെ എസ് സ്റ്റാർട്ടും ടി സ്റ്റാർട്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ എന്താണ് ഫോൾസ് എടുക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഫോൾസ് കൊടുക്കുക, പിന്നെ റിട്ടേൺ ട്രൂ കൊടുക്കുക. പുറത്ത് നമുക്ക് റിട്ടേൺ ട്രൂവും കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എഴുതിയ ഇത്. നമ്മൾ ഒന്നുകൂടി നോക്കാം വേണമെങ്കിൽ. നമ്മൾ എന്താണ് ആദ്യം ബാക്ക് സ്പേസ് കൗണ്ട് കൊടുക്കുന്നു, ബാക്ക് സ്പേസ് കൗണ്ട് ഇവിടെ നീക്കി കൊടുക്കുന്നു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ -1 കൊടുക്കുന്നു, ഇൻഡെക്സ് പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ -1 പുറത്തേക്ക് വിടുന്നു, വാല്യൂ വരുന്നു, കയറി നോക്കുന്നു. ലെങ്ത് ഓഫ് എസും ലെങ്ത് ഓഫ് ടി ഇട്ട് കൊടുക്കണു. ഇവിടെ വേണമെങ്കിൽ എസ് സ്റ്റാർട്ടും ട്രീ സ്റ്റാർട്ടും ഇട്ട് കൊടുക്കാം. പക്ഷെ അത് -1 ആവും. കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. നോക്കിയൊക്കെ നമുക്ക് എസ് സ്റ്റാർട്ട് പ്ലസ് ടി സ്റ്റാർട്ട്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു, വാല്യൂ വരുന്നു. അയ്യോ, പക്ഷെ ടി സ്റ്റാർട്ട് മാറൂലേ, പിന്നിക്ക് വരുമ്പോൾ വേണ്ട, നമുക്ക് ലെങ്ത് ഓഫ് എസ് ഇട്ട് കൊടുക്കാം. അതാണ് മാറ്റുമ്പോഴുള്ള പ്രശ്നമാണത്. ഓക്കെ, ലെങ്ത് ഓഫ് ടി ഇട്ട് കൊടുക്കണു. എസ് ഓഫ് സ്റ്റാർട്ട് നമുക്ക് എന്താണ് ഓരോ സമയത്തും മാറി മാറി വരണം. ഞാൻ ഓൾറെഡി അത് മറ്റേ വൈറ്റ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ എസ് സ്റ്റാർട്ട് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു വരെ വരുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഡെക്സ് പുറത്തേക്ക് വരും. ആ ബാക്കിയുള്ള വാല്യൂ അവിടെ നിൽക്കല്ലേ, അപ്പൊ ആ ബാക്കിയുള്ള വാല്യൂ പിന്നെ ഒന്നുകൂടി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരണം, പിന്നെ അങ്ങനെ വരണം അല്ലേ? അങ്ങനെ മാത്രമാകുമ്പോഴേ നമുക്ക് വാലിഡ് ഇൻഡെക്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ റിട്ടേൺ ഫാൾസ്, ഇവിടെ റിട്ടേൺ ഫാൾസ്, റിട്ടേൺ ട്രൂ. അപ്പൊ നോക്കി നോക്കാം ഇത് വർക്ക് ആവുണ്ടോ എന്നുള്ളത്. അയ്യോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്താണ് പ്രശ്നം? സ്ട്രിങ് ഇൻഡിസസ് മസ്റ്റ് ബി ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഓ, ഇവിടെ നമ്മൾ ഇൻഡെക്സ് നട്ടുകൊടുത്തേ ഐ ആണല്ലോ.
ഇൻഡെക്സ് എവിടെ നിന്ന് വന്ന്? വാല്യൂ ഓഫ് ഐ ഈക്വൽ ടു ഹാഷ് ഇട്ടെടുക്കുമ്പോൾ ഇതെന്ത് പറ്റി? സ്റ്റാർട്ട് ഇൻഡെക്സ് വരുന്ന സമയത്ത് പറഞ്ഞത് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ വാല്യൂസിൽ വരുന്നത്. ഓ, ലെങ്ത് ഓഫ് എസിന് പകരം ലെങ്ത് ഓഫ് എസ് തന്നെ ഇട്ടെടുത്തു ഞാൻ. എന്താ നന്നായി. ഓക്കെ, നമുക്ക് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോന്ന്. ഇവിടെ ഒരു റോങ് വരുന്നുണ്ടല്ലോ. എം ഹാഷ് പിയിലാണല്ലോ റോങ് വരുന്നത്. ഹാഷ് വരുന്ന സമയത്താണ് പറയുന്നത് return false, return false, and true. Start here, restart. മൈനസ് വണ്ണിൻ്റെ വാല്യൂസ് ഒന്ന് മാറ്റി നോക്കാം. സെയിം ആണ് ശരിക്കും. എന്തെങ്കിലും ഒരു ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ്റെ ഇഷ്യൂ അധികവും കണ്ടോ ഉള്ളൂ. ഈ -1 കറക്റ്റ് ആയിട്ട് ഇരുന്നിരുന്നില്ല, അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ആ -1 അതിന്റെ ഇടയിൽ തന്നെ നമ്മളൊന്ന് മാറ്റി നോക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് ശരിയായിട്ടിരുന്നില്ല. എന്തായാലും ഓട്ടെ, എന്നാലും ഇപ്പൊ ശരിയായി. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോ ഓർഡർ ഓഫ് 1 ആണെങ്കിൽ കൂടി നമ്മുടെ എന്താണ് ഇവിടെ നമ്മൾ 4 millisecond ആണ് റൺ ടൈം എന്നാണ് പറയുന്നത്. മുന്നത്തെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ 0ലേക്ക് എത്തി തോന്നുന്നുണ്ടല്ലേ, നോക്കി അറിയില്ല, ഓർമ്മയില്ല. പക്ഷെ അത് സെയിം തന്നെയായിരുന്നു, അത് ഓൾറെഡി ഞാൻ നോക്കിയിരുന്നായിരുന്നു. ഇവിടെ 4 millisecond ആണ് കാണിക്കുന്നത്, പക്ഷെ നമ്മൾ അവർ പറഞ്ഞ സെയിം കണ്ടീഷൻ ചെക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ചു. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഞാനതിന് റിപ്ലൈ എന്തായാലും നൽകിയിരിക്കും. താങ്ക് യു.